നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 157 157. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 157. ഇന്ന് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം 2-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. നാഭ്യാം സ്ഥിതം ഹൃദ്യതിരോപ്യതസ്മാത് ഉദാനഗത്യോ രസിതം നയേന്മുനി തതോ അനുസന്ധായ ധിയാ മനസ്സേ സ്വതാലുമൂലം ശനകൈർനയേത. നാഭ്യാം സ്ഥിതം ഹൃദ്യതിരോപ്യതസ്മാത് ഉദാനഗത്യോ രസിതം നയേന്മുനി തതോ അനുസന്ധായ ധിയാ മനസ്സി സ്വതാലുമൂലം ശനകൈർനയേതാം. അതിൻ്റെ വാക്കാർത്ഥം പറയണോ? നാഭിയിലിരിക്കുന്ന വായുവിനെ, അവരവരുടെ നാഭിയിലിരിക്കുന്ന വായുവിനെ ഹൃദയത്തിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് ഉദാനവായുവിൻ്റെ ഗതിയോടുകൂടെ മാറിടത്തിൽ അതിനെ മുനി കയറ്റണം. മുനി ആവണം ആദ്യം, എന്നിട്ട് മതി അതൊക്കെ. അത് വരെങ്ങനെ പോവുക നമുക്ക്. ധീരനായ അവൻ അവിടെ നിന്ന് ബുദ്ധി കൊണ്ട് അനുസന്ധാനം ചെയ്തിട്ട് മെല്ലെ മെല്ലെ തൻ്റെ താലുമൂലത്തെ നയിക്കണം. താലുമൂലം എന്ന് പറഞ്ഞാൽ അണ്ണാക്കൽ എന്ന്. ഹൃദയത്തിൽ നിന്ന് അണ്ണാക്കിലേക്ക് കയറ്റണം. അതിൻ്റെ ഭാവാർത്ഥം പറയണു. മൂലാധാരത്തിൽ നിന്ന് മേൽപോട്ടേക്ക് വായുവിനെ കയറ്റേണ്ടതായ ക്രമത്തെ വിവരിക്കുന്നു. ഇത് ദിവ്യമായ സിദ്ധിയാകയാൽ ഇവിടെ വളരെ മനസ്സിരുത്തണം. എല്ലാം ദിവ്യമാണ്, ഡിവൈനാണ്. ശ്രദ്ധിക്കണം. ബലാത്കാരേണ യാതൊന്നും പ്രവർത്തിക്കരുതെന്ന് സിദ്ധാന്തിപ്പാനായിട്ടാണ് സവിസ്തരം പറയുന്നത്. അണ്ടർ പ്രഷർ ഒന്നും ചെയ്യരുത്. നല്ലൊരു ഗുരുനാഥൻ്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യേണ്ടതാണ്. മൂലാധാരത്തിൽ നിന്ന് നാഭിയുടെ കീഴ്ഭാഗത്തുള്ള മണിപൂരം എന്ന ചക്രസ്ഥാനത്തിലിരിക്കുന്ന സമാനനെന്നു പേരുള്ള വായുവിനെ ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തിലിരിക്കുന്ന പ്രാണവായുവിനോടുകൂടി യോജിപ്പിക്കണം. പിന്നെ ആ സ്ഥാനത്തിൽ നിന്ന് ഖണ്ഡത്തിൽ അധോഭാഗത്തിൽ വിശുദ്ധി ചക്രസ്ഥാനത്തിലുള്ള ഉദാനനെന്ന വായുവിനോടുകൂടെ യോജിപ്പിക്കണം. മനഞ്ചാഞ്ചല്യം കൂടാതെ ആ വായുവിനെ തന്നെ അനുസന്ധാനം ചെയ്ത് ധീരനായ മുനി ആ വിശുദ്ധി ചക്രത്തിൻ്റെ അഗ്രമാകുന്ന തൻ്റെ താലുമൂലത്തിലേക്ക് മെല്ലെ മെല്ലെ കയറ്റണം. ഇവിടെ വായുഗതിക്കുള്ള ദ്വാരങ്ങൾ ഒന്നിൽ അധികമുള്ളതുകൊണ്ട് അന്യസ്ഥാനങ്ങളിൽ കൂടി ചലിക്കാതെ ഇരിപ്പാൻ പ്രത്യേകം മനസ്സിരുത്തണമെന്നാണ് ശനകി എന്ന പദത്താൽ സിദ്ധാന്തിക്കുന്നത്. നോക്കൂ, ചെറിയ കുട്ടികൾ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിക്കും. കാരണം എന്താ? മുലപ്പാൽ അന്നനാളത്തിൽ കൂടെ താഴേക്ക് ഇറങ്ങണതിന് പകരം ശ്വാസനാളത്തിൽ പോയാൽ ആണ് പ്രശ്നം. നമ്മൾ ചിലപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ വറ്റ് നിറുകെ കയറും. എന്ന് പറഞ്ഞാൽ എന്താ? നാസാരന്ധ്രത്ത് കൂടെ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈശ്വരൻ ഒരു വിദഗ്ധ IT, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ
ഈ ഭൂമിയിൽ എന്തൊക്കെ എൻജിനീയറിംഗ് വിഭാഗമുണ്ടോ അതിൻ്റെ ഒക്കെ ഉസ്താദാണ്, അഗ്രഗണ്യനാണെന്നർത്ഥം. പ്രൊഫഷനിലെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി വൈഭവത്തെപ്പറ്റി സംശയിക്കാനോ കുറ്റം പറയാനോ പാടില്ല. അതുകൊണ്ടാണ് എല്ലാം വേണ്ട മാതിരി ആലോചിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. അന്യസ്ഥാനങ്ങളിൽ കൂടെ ചലിക്കാതെ ഇരിപ്പാൻ, അല്ലേ? ഈ റെയിൽവേയിൽ എങ്ങനെ അപകടം ഉണ്ടാവുക? റെയിൽവേയിൽ അപകടം ഉണ്ടാവണത് തെറ്റായ സിഗ്നൽ സംവിധാനത്തിൽ കൂടെയാണ്. മനസ്സിലായില്ലേ? ഇനി 21-ാമത്തെ ശ്ലോകം. തസ്മാൽ ഭ്രുവോരന്തരമുന്നയേത നിരുദ്ധസത്താ സ്വയനോ അനപേക്ഷ സ്ഥിത്വാ മുഹൂർത്താർദ്ധമകുണ്ഡദൃഷ്ടിർ നിർഭിദ്യമൂർധൻ വിസൃജേൽ പരം ഗതാം. തസ്മാൽ ഭ്രുവോരന്തരമുന്നയേത നിരുദ്ധസത്താ സ്വയനോ അനപേക്ഷ സ്ഥിത്വാ മുഹൂർത്താർത്ഥമകുണ്ഡദൃഷ്ടിർ നിർഭിദ്യ മൂർധൻ വിസൃജേൽ പരം ഗതാം. അതിൽ നിന്ന് പുരികങ്ങളുടെ അന്തരം, പുരികങ്ങളുടെ മധ്യത്തെ ഉന്നയിപ്പിക്കണം, അവിടേക്ക് ഉയർത്തണം. നിരോധിക്കപ്പെട്ട 7 പ്രാണമാർഗങ്ങളോടുകൂടിയവനും അപേക്ഷയില്ലാത്തവനുമായിട്ട് അർദ്ധമുഹൂർത്ത സമയം ഇരുന്നിട്ട് അഗുണ്ഠയായ ദൃഷ്ടിയോടുകൂടിയവനായിട്ട് മൂർധാവിൽ കൂടെ നിർഭേദിച്ചിട്ട് പരബ്രഹ്മത്തെ പ്രാപിച്ചവനായിട്ട് വിടണം. അപ്പോൾ ഈ പരബ്രഹ്മം എവിടെ ഇരിക്കണത്? അവരവരുടെ സഹസ്രാര പത്മത്തിൽ. നല്ല കളിയാണ്. ഇതൊക്കെ വിട്ടിട്ടാണ് നമ്മൾ പുറത്ത് മാട്ടും മാരണം ചെയ്ത് മറ്റുള്ളവരെ ക്ഷോഭിപ്പിക്കുക. കഷ്ടമുണ്ട് മക്കളെ. പരവശയില്ലേ? അപ്പോൾ ഇതാണ് പരബ്രഹ്മം നമ്മുടെ ഉച്ചിയിലാണ്. അവിടേക്ക് എത്തണം. വിശുദ്ധി ചക്രസ്ഥാനമായ താലുമൂലത്തിൽ നിന്ന് പ്രാണനെ പുരുകങ്ങളുടെ മധ്യപ്രദേശത്തിലേക്ക്, അതായത് ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടു ചെല്ലണം. ആ താലുമൂലത്തിൽ നിന്ന് പ്രാണഗതിക്ക് മാർഗങ്ങൾ 7 ഉണ്ട്. അതിൽ കൂടെ ഒന്നേ പോകാൻ പാടുള്ളൂ. ശ്രോത്രദ്വാരങ്ങൾ 2, നേത്രദ്വാരങ്ങൾ 2, നാസികാദ്വാരങ്ങൾ 2, മുഖം എന്നീ 7 സ്ഥാനങ്ങളെയും അടയ്ക്കണം. കണ്ണുകൂടിയും പോകാൻ പാടില്ല, കാതുകൂടിയും നാസാരന്തരങ്ങളും വായുകൂടിയും വരാൻ പാടില്ല. ബി കെയർഫുൾ. അപ്പോൾ 7 സ്ഥാനങ്ങളെയും അടയ്ക്കണം. സ്വർഗാദിഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തവനാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? എപ്പോഴും മോക്ഷം. അതിൽ കവിഞ്ഞ ഒന്നും വേണ്ട. പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കി അതിൽ തന്നെ ഉറപ്പോടെ ഇരിക്കുന്നവനായിട്ട് ബ്രഹ്മതന്ത്രത്തെ ഭേദിച്ച് ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും വിട്ടു പോകണം. ചിലരുടെ കാര്യം നല്ലത്. ഇതൊന്നും അറിയാണ്ട് 5 മിനിറ്റിൽ നാദസ്വരം വായിച്ചിട്ട് രുക്മിണി സ്വയംവരം നടത്തിയിട്ട് മിണ്ടാണ്ട് പോവേ. വാട്ട് ഇറ്റ് മീൻസ് നോട്ട് ഫോർ മീ, ഫോർ ദി ഭാഗവതം. ഭാഗവതത്തിൽ ഇത്രയൊക്കെ ഉണ്ടെന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ? ആരും ആരെയും വഞ്ചിക്കരുത്. വെറുതെ 10,000 ഉറുപ്പിക കിട്ടാൻ വേണ്ടി നമ്മൾ ചീപ്പാവാൻ പാടില്ല ഒരു വിഷയത്തിൽ. അപ്പോൾ 22-ാമത്തെ ശ്ലോകം. യതി പ്രയാസ്യൻ നൃപ പാരമേഷ്ട്യം വൈഹായസാനാം മുദയദ്വിഹാരം അഷ്ടാധിപത്യം ഗുണസന്നിവായേ സഹൈവ ഗശ്ചേൻ മനസേന്ദ്രിയൈശ്ചാം. യതി പ്രയാസ്യൻ നൃപ പാരമേഷ്ട്യം വൈഹായസാനാമുദയദ്വിഹാരം അഷ്ടാധിപത്യം ഗുണസന്നിവായേ സഹൈവ ഗശ്ചേൻ മനസേന്ദ്രിയൈശ്ചാം. ഹേ രാജാവേ, പരമേഷ്ഠിയുടെ സ്ഥാനത്തെയോ, പരമേഷ്ഠി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അല്ലെങ്കിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്നവരായ സിദ്ധന്മാരുടെ ക്രീഡാസ്ഥാനത്തെയോ ഗുണസമുദായ സ്വരൂപമായ ബ്രഹ്മാണ്ടത്തിൽ
അണിമാദികളായ 8 ഐശ്വര്യങ്ങളോടുകൂടിയ സ്ഥാനത്തെയോ പ്രയാണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനാണെങ്കിൽ അതായത് മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടെ ഗമിക്കണം. മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടെ ഗമിക്കണം. മുമുക്ഷത്തിലേക്ക് അത് വേണ്ട. സദ്യോമുക്തിയെ മുകളിൽ പറഞ്ഞ വിധം സദ്യോമുക്തി വിവരിച്ചതിൻ്റെ ശേഷം ക്രമമുക്തി പ്രകാരത്തെ ഇത് മുതൽ 10 ശ്ലോകം കൊണ്ട് വിവരിക്കണം. ഹേ രാജാവേ, ദേഹത്യാഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന യോഗിക്ക് ബ്രഹ്മലോകത്തെയോ സിദ്ധന്മാർ ക്രീഡിക്കുന്ന മനോഹരമായ സ്ഥാനത്തെയോ അഷ്ടൈശ്വര്യങ്ങളും സ്വമൂർത്തികളെ ധരിച്ചിരിക്കുന്ന സ്ഥാനത്തെയോ ഗുണങ്ങളുടെ സമ്മേളനം നിമിത്തമുണ്ടായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡത്തിൽ ഏതെങ്കിലും ഒരു ദിവ്യലോകത്തെയോ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ദേഹത്തെ ഉപേക്ഷിക്കുന്ന സമയത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഉപേക്ഷിക്കരുത്. സൂക്ഷ്മ ശരീരത്തെ വിട്ടുകളയാതെ അതാത് ലോകത്തിൽ ചെന്ന് അവിടെയുള്ള ഭോഗങ്ങളെ അനുഭവപ്പാനായി കൊണ്ട് മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടെ തന്നെ ഗമിക്കണം. അടുത്ത ശ്ലോകം. യോഗേശ്വരാണാം ഗതിമാഹുരന്തർബഹിസ്ത്രിലോക്യാപവനാന്തരാത്മനാം ന കർമ്മഭിസ്താം ഗതിമാപ്നുവന്തി വിദ്യാതപോ യോഗസമാധിഭാജാം. യോഗേശ്വരാണാം ഗതിമാഹുരന്തർബഹിസ്ത്രിലോക്യാപവനാന്തരാത്മനാം ന കർമാഭിസ്താം ഗതിം ആപ്നുവന്തി വിദ്യാതപോ യോഗസമാധിഭാജാം. വിദ്യ, തപസ്, യോഗം, സമാധി എന്നിവയെ ആശ്രയിച്ചവനും വായുവിൻ്റെ അന്തർഭാഗത്തിൽ ലിംഗശരീരത്തോടു കൂടിയവരുമായ യോഗേശ്വരന്മാരുടെ ഗതിയെ ത്രിലോകിയുടെ ഉള്ളിലും പുറത്തും പറയുന്നു. ആ ഗതിയെ കർമ്മങ്ങൾ കൊണ്ട് പ്രാപിക്കുന്നില്ല. കർമ്മം കൊണ്ട് പ്രാപിക്കില്ല. ഭഗവാന്റെ കരുണാകടാക്ഷം വേണം. ബ്രഹ്മാണ്ഡത്തിൽ ഏതു ലോകത്തിൽ പോകണമോ ആ ലോകത്തിൽ പ്രവേശിക്കാൻ യോഗികൾക്ക് മാത്രമേ കഴിയൂ. ബാക്കിയുള്ളവർക്ക് ഇല്ല. യോഗികൾക്ക് കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. കർമ്മികളുടെ ഗതി പരിച്ഛിന്നയും യോഗികളുടെ ഗതി അപരിച്ഛിന്നയുമാണെന്ന് കാണിക്കുന്നു. യോഗികളുടെ ഗതി പിരിച്ച് പറയാൻ പറ്റില്ല. യോഗികൾക്ക് പ്രാണൻ സ്വാധീനമായിരിക്കുന്നത് കൊണ്ട് അവരുടെ ആവശ്യം പോലെ സൂക്ഷ്മ ശരീരത്തെ പ്രാണാന്തർഭാഗത്തിൽ ധരിപ്പാനും പ്രാണൻ്റെ അന്തർഭാഗത്ത് ധരിപ്പാനും കഴിയും. ഉപാസന, ഭഗവത് ധർമ്മം, അഷ്ടാംഗയോഗം, ജ്ഞാനം ഇവയെ ആശ്രയിച്ചാണ് അവരുടെ ശരീരധാരണം. ആ വിധം ഇരിക്കുന്ന യോഗേശ്വരന്മാർക്ക് ത്രിലോകിയുടെ അന്തർഭാഗത്തിലുള്ള മഹർലോകാദികളിലും ബ്രഹ്മാണ്ഡത്തിൽ നിന്ന് പുറത്തും ഇഷ്ടം പോലെ പ്രവേശിക്കാൻ കഴിയും. അപ്രകാരമുള്ള ഗതി കർമ്മങ്ങൾ കൊണ്ട് കിട്ടുകയില്ല. കർമ്മങ്ങളുടെ താരതമ്യത്തെ അനുസരിച്ച് അവർക്കുള്ള സ്ഥാനം ക്ലിപ്തപ്പെട്ടതാണ്. മാർവലസ് സബ്ജക്റ്റ്. 24ാമത്തെ ശ്ലോകം. എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിയാറായിരുന്നു. അപ്പോൾ എപ്പോഴാണ് വെടി തീരുകയെന്ന് എനിക്ക് പറയാൻ വയ്യ. എങ്ങനെയാലും 13 മിനിറ്റ് ആയില്ലോ. ഒരു 20 മിനിറ്റ് ആവണ വരെയെങ്കിലും പോട്ടെ. അല്ലെങ്കിൽ അവിടെ വെച്ച് നിൽക്കും. എവിടെ വെച്ചാൽ. 24ാമത്തെ ശ്ലോകം. വൈശ്വാനരം യാതി വിഹായ സാഗത സുഷുപ്നയാ ബ്രഹ്മപദേന ശോചിഷാം വിധൂതകൽക്കോ അധ ഹരേരുദസ്താത് പ്രയാതി ചക്രം നൃപശൈശുമാരം. ശൈശുമാരം, ശിശുമാരെന്നും പറയും. ഈ ഒരു ശ്ലോകം വളരെ അർത്ഥവത്താണ്. എന്താ അങ്ങനെ? ഒരു മുതലയുടെ ആകൃതിയിൽ ഭഗവാൻ നക്ഷത്രങ്ങളെ കൊണ്ടൊരു കോൺസ്റ്റലേഷൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ടെന്നാണ്. ഇതിൽ ആവാഹിക്കാൻ പറ്റാത്ത ഭൂതപ്രേത പിശാചുക്കളില്ല.
അത് വിചാരിച്ച് നമ്മൾ ചെയ്തോളം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. നോക്കൂ, വൈശ്വാനരം യാതി വിഹായ സാഗത സുഷുപ്നയാ ബ്രഹ്മപദേന ശോജിഷാ വിധൂതകൽക്കോ അധഹരേരുതസ്താത് പ്രയാതി ചക്രം നിവശൈഷുമാരം. ശോഭയോടുകൂടിയ സുഷുപ്നയിൽ കൂടെ ഗമിച്ചവൻ ആകാശത്തിൽ കൂടെ ബ്രഹ്മലോകമാർഗത്തിൽ കൂടെ പോകുന്നവനായിട്ട് അഗ്നിയെ പ്രാപിക്കുന്നു. മലത്തെ ഉപേക്ഷിച്ചവനായിട്ട്, ചളിയില്ലാണ്ട്. അനന്തരം ഹേ രാജൻ, മുകളിൽ വർത്തിക്കുന്നതും ഹരിയുടെ സംബന്ധിയുമായ ശിശുമാരാശ്രമമായിരിക്കുന്ന ജ്യോതിചക്രത്തെ പ്രയാണം ചെയ്യുന്നു. ശിശുമാരാശ്രയമായിരിക്കുന്ന ജ്യോതിചക്രം. ഇത് മുതൽ 8 ശ്ലോകം കൊണ്ട് യോഗിയുടെ ക്രമമുക്തി പ്രകാരത്തെ കാണിക്കണം. ജ്യോതിർമയിയും ദേഹത്തിൻ്റെ ഉള്ളിലും പുറത്തും, ജ്യോതിർമയി തേജോപുഞ്ചം, ദേഹത്തിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതുമായ സുഷുപ്നാമാർഗത്തിൽ കൂടെ ആകാശത്തിലും അവിടെ നിന്ന് ബ്രഹ്മലോകത്തേക്കുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനുമായിട്ട് അഗ്ന്യാഭിമാനിയായ ദേവതയെയും പ്രാപിക്കുന്നു. പുണ്യപാപങ്ങളാകുന്ന മലം, ചളി ഇവനെ ബന്ധിക്കാത്തത് കൊണ്ട് ഇവൻ്റെ ഗതിക്ക് യാതൊരിടത്തും തടസ്സമില്ല. നിർമ്മലാവസ്ഥ പ്രാപിച്ച് എവിടെ വേണമെങ്കിലും എത്താം. ഉപരിഭാഗത്തിലുള്ളതും ശ്രീനാരായണാധിഷ്ഠിതവും ശിശുമാരാശ്രയവുമായിരിക്കുന്ന ജ്യോതിചക്രത്തെ ആ സ്ഥാനത്തിലുള്ള ആദിത്യാദിഗോളങ്ങൾ മുതൽ ധ്രുവാവസാനം വരെയുള്ള സ്ഥാനങ്ങളെ പ്രാപിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അടുത്തത് 25ാമത്തെ ശ്ലോകം. തദ് വിശ്വനാഭിം ത്വദിവർത്യ വിഷ്ണോർ അണീയസാ വിരജേനാത്മനൈക നമസ്കൃതം ബ്രഹ്മവിദാമുപൈതി കൽപ്പായുഷോ യദ്വിബുധാരമന്ദേ. തദ്വിശ്വനാഭിം ത്വദിവർത്യ വിഷ്ണുർ അണീയസാ വിരജേനാത്മനൈക നമസ്കൃതം ബ്രഹ്മവിദാമുപൈതി കൽപ്പായുഷോ യദ്വിബുധാരമന്ദേ. ലോകത്തിൻ്റെ നാഭിസ്ഥാനഭൂതമായിരിക്കുന്ന വിഷ്ണുവിൻ്റെ ആ സ്ഥാനത്തെ കടന്നിട്ട് ഏറ്റവും ചെറുതും നിർമ്മലവുമായ ദേഹത്തോടുകൂടെ ഒരുവനായിട്ട് ബ്രഹ്മജ്ഞാനികളുടെ സ്ഥാനവും നമസ്കരിക്കപ്പെടുന്നതുമായ ലോകത്തെ പ്രാപിക്കുന്നു. യാതൊന്നിൽ കൽപ്പായുസ്സുകളായിരിക്കുന്ന വിദ്വാൻമാർ അവിടെ രമിക്കുന്നു. അവിടെ വെച്ചാൽ അത് അണ്ടർസ്റ്റുഡാണ് കേട്ടോ. അപ്പോൾ സൂര്യാദിഗോളങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ആ ശിശുമാരചക്രത്തെ കടന്ന ശേഷം അവിടെ നിന്ന് അപ്പുറം മറ്റുള്ള ദേവന്മാർക്ക് ഗതിയില്ലാത്തത് കൊണ്ട് ദേവന്മാർക്ക് അതുവരെ പോകാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് യോഗികൾക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദേവനാണോ വലുത്, യോഗിയാണോ വലുത്? യോഗിയാണ് വലുത്. അതുകൊണ്ട് ഏകനായി തന്നെ നിർമ്മലമായ ലിംഗശരീരത്തോടു കൂടെ ബ്രഹ്മജ്ഞാനികളുടെ സ്ഥാനം, കൽപ്പം വരെ ജീവിച്ചിരിക്കുന്ന ഭൃഗു ആദികളുടെ രമ്യാവസ്ഥാനവുമായ മഹർലോകത്തെ പ്രാപിക്കുന്നു. മഹർലോകം. ശ്ലോകം 26. അധോ അനന്തസ്യ മുഖാനലേന ദന്തഹ്യമാനം സ നിരീക്ഷ വിശ്വം നിർയാതിസിദ്ധേശ്വരജുഷ്ടദിഷ്ണ്യം യദ്വൈ പരാർത്ഥ്യം തതു പാരമേഷ്ട്യം. അധോ അനന്തസ്യ മുഖാനലേന ദന്തഹ്യമാനം സ നിരീക്ഷ വിശ്വം നിർയാതിസിദ്ധേശ്വരജുഷ്ടദിഷ്ണ്യം യദ്വൈ പരാർത്ഥ്യം തതു പാരമേഷ്ട്യം.
അനന്തരം അവൻ ആദിശേഷൻ്റെ മുഖാഗ്നിയാൽ ലോകം ഏറ്റവും ദഹിക്കുന്നതായിട്ട് കണ്ടിട്ട് നിരീക്ഷിച്ചിട്ട് യാതൊന്ന് പരാർത്ഥകാലം വരെ നിലനിൽക്കുന്നതും സിദ്ധേശ്വരന്മാരാൽ ആശ്രയിക്കപ്പെട്ട വാസസ്ഥാനവുമായ ആ സിദ്ധേശ്വരന്മാരാൽ, അത് ശ്രദ്ധിക്കണം, ആ ശ്രേഷ്ഠമായ പരമേഷ്ഠിപദത്തെ പ്രാപിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. ഒരു ചാൻസ് എടുക്കണില്ല, ഫോൺ ഓഫ് ആവണേൻ്റെ മുമ്പ് നിർത്താം. മഹർലോകത്തിലിരിക്കുന്ന ആ യോഗി അവിടെ വ്യാപിക്കുന്നതായ ഉഷ്ണാധിക്യം കൊണ്ട് ആദിശേഷൻ്റെ മുഖാഗ്നിയിൽ ലോകം ഏറ്റവും ദഹിപ്പിക്കുന്നതായി അറിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രഹ്മലോകത്തേക്ക് പ്രവേശിക്കണം. അവന് പിന്നെ മരണമില്ല. അവിടെ സിദ്ധേശ്വരന്മാരിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്, സിദ്ധേശ്വരന്മാർ. ആ ലോകം ദിവരാർത്ഥകാലം നിലനിൽക്കുന്നതും അത്യന്തം ഉത്കൃഷ്ടവുമാകുന്നു. ഞാനവിടെ നിർത്തുന്നില്ല, ഒരു ശ്ലോകം കൂടി പറയാം. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാങ് ഓവർ മാറുന്നില്ല. അതാണ് ഐ വാസ് ഇൻ അതർ സ്റ്റേറ്റ് ലെവൽ. മനസ്സിലായില്ലേ? ലെവൽ പറയാൻ പറ്റുന്നില്ല. ന യത്ര ശോകോ ന ജരാ ന മൃത്യുർ ന ആർത്തി ന ച ഉദ്യോഗ ഹൃദേ കുതശ്ചിത് യശ്ചിത്തതോദ കൃപയാ നിദംബിതാം ദുരന്ത ദുഃഖ പ്രഭവാനുദർശനാത്. സപ്താഹത്തിലൊക്കെ ഒന്നും രണ്ടും, അതായത് ഇനി ഈ എന്താ വരാഹാവതാരം പറയുന്നതല്ലാണ്ട് ഇതൊക്കെ ഞാൻ വിട്ട് പായിക്കും, അത്രേ ഉള്ളൂ. ഇതിലൊന്നും പറയില്ല ആൾക്കാർ. എന്താ പറയണത്? ആൾക്കാർക്ക് ഇഷ്ടാവുമോ ഇത്രയൊക്കെ വർണ്ണിച്ചാൽ? നയത്ര ശോകോ ന ജരാ ന മൃത്യുർ ന ആർത്തിർ ന ച ഉദ്യോഗ ഹൃദേ കുതശ്ചിത് യശ്ചിത്തതോദ കൃപയാനിദംബിതാം ദുരന്ത ദുഃഖ പ്രഭവാനുദർശനാത്. എന്താണർത്ഥം? യാതൊന്നിൽ ദുഃഖം ഇല്ല, ജരയില്ല, മരണമില്ല, പീഡയില്ല. ഇതിനെ അറിയാത്തവരുടെ, ഇതിനെ വെച്ചാൽ ആത്മാവിനെ അറിയാത്തവരുടെ ദുരന്ത ദുഃഖ അതെ ദുരന്തമായ ദുഃഖത്തോടുകൂടിയ ജന്മത്തിൻ്റെ ദർശനം ഹേതുവായിട്ട്. എന്താണ് കർമ്മം കൊണ്ട് സാധാരണക്കാർക്ക് ദുരന്തമായ ദുഃഖത്തോടു കൂടിയ ജന്മത്തിൻ്റെ ദർശനം ഹേതുവായിട്ടുള്ള കൃപ കൊണ്ട് യാതൊരു മനക്ലേശമോ അതല്ലാതെ യാതൊരിടത്തു നിന്നും ഭയവുമില്ല. അതാണ് ഭയം ഉണ്ടാവരുത്. കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ വിജയിച്ചാൽ രക്ഷയുണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയവുമില്ല. ഇതിൻ്റെ ഇവിടെ പറഞ്ഞു നിർത്താൻ എന്തായാലും. അത്യുത്കൃഷ്ടം എന്ന് പറഞ്ഞതിന് കാരണം കാണിക്കുന്നു. അത്യുത്കൃഷ്ടം എന്ന് പറഞ്ഞതിന് കാരണം അവിടെ ദുഃഖം, ജരാമരണം, പീഡ, ഭയം എന്നീ ദോഷങ്ങൾ യാതൊന്നുമില്ല. എവിടെ? ഈ പറഞ്ഞ ബ്രഹ്മലോകത്ത്, അല്ല സിദ്ധന്മാരുടെ അവിടെ, സിദ്ധേശ്വരന്മാരിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ? ദുഃഖം, ജരാമരണം, പീഡ, ഭയം എന്നീ ദോഷങ്ങൾ യാതൊന്നുമില്ല. എന്നാൽ അവിടെ ഇരിക്കുന്നവർ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവരായാൽ ആ അനുഭവമില്ലാത്തവർ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന ജന്മജരാമൃത്യു ദുഃഖങ്ങളെക്കുറിച്ച് ആലോചിച്ചുണ്ടാകുന്ന കാരുണ്യ നിമിത്തം മനസ്സിനുള്ള ക്ഷോഭമൊന്നു മാത്രമല്ലാതെ മറ്റ് യാതൊരു ദുഃഖാദിദോഷഭാവങ്ങളും അവിടെയുള്ളവരെ ബാധിക്കണില്ല എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു.